ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കനും കോക്കനട്ട് മിൽക്കൂടെ ഉള്ളൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഒരു 3 ഗാർലിക്കും ഒരു ചെറിയ കഷ്ണം ജിഞ്ചറും ഒന്ന് ചതച്ചിട്ട് കുറച്ച് സാൾട്ട് ഇട്ട് ഞാനൊന്ന് ഇതിനെ കുക്ക് ചെയ്തെടുക്കാൻ പോകും. 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാൻ പോകും. ജിഞ്ചറും ഗാർലിക്കും ചതച്ച് ഒരിത്തിരി ടർമറിക് പൗഡർ ഇട്ട് ഇപ്പം ജിഞ്ചറും ഗാർലിക്കും ടർമറിക് പൗഡറും കുറച്ച് സാൾട്ടും ഇട്ടു. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്യാൻ വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചുണ്ട്, ഓൾറെഡി ഇന്നത്തുകൊണ്ട് വെള്ളം വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. ചിക്കൻ അവിടെ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേന് ഞാൻ കുറച്ച് ഷാലറ്റ്സ്, 4 വലിയ ഷാലറ്റ്സാണ് ഞാൻ കട്ട് ചെയ്തിട്ട് പറയാം എത്ര കപ്പ് ഉണ്ടെന്ന്. ഓക്കെ, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി, ജിഞ്ചറും കറി ലീഫ് എടുത്ത് വെച്ചേക്കും. ഓക്കെ, എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ 1.5 കപ്പ് ഷാലറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ജിഞ്ചറും ഗ്രീൻ ചില്ലിയും കറി ലീഫും ഒക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. നമുക്കിനി ഇത് വഴറ്റിയെടുക്കാം. 2 കഷ്ണം കറുവപ്പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3/4 ടേബിൾ സ്പൂൺ ഇത് പെപ്പർകോൺസ്, 3/4 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ് പെരിഞ്ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. 3 കാർഡമം, ഒരു 8 ഗ്രാമ്പൂ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 പെറ്റൽ സ്റ്റാർ അനീസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മസാലകൾ ഇതിന് വേണ്ടത്. പിന്നെ 1/2 കപ്പ് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനും കുറച്ച് തേങ്ങാപ്പാലൂടെ ഉള്ളൊരു കറി, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ വെളിച്ചെണ്ണ, ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ വേണം. ഇത് വറക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്കപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇത് ഒന്ന് നമ്മുടെ മസാലകളില്ല ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വെച്ചേക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വറുത്തൊക്കെ വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെച്ചു. ചിക്കൻ ഇവിടെ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ഈ കറി ലീഫ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം കറി ലീഫ് ഇതുപോലെ വറുത്തെടുക്കുക. ഓക്കെ, ഞാൻ കറി ലീഫ് വറുത്തെടുത്തു. അതിനകത്തോട്ട് നമുക്ക് ഈ ഇതിലരിഞ്ഞ് വെച്ചേക്കുന്ന 1.5 കപ്പ് സോഫ്റ്റ് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓണിയൻസ് പേളോണിയൻ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് ബ്രൗൺ കളറിൽ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം. 2-3 മിനിറ്റ് ഇഞ്ചി ഒന്ന് വഴറ്റി അതിൽ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇതില്ലേ മസാല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മസാല പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലൊക്കെ. നമ്മുടെ ചിക്കൻ ഇവിടെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. 10 മിനിറ്റ്സ് വെച്ചത് മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ ഇട്ട് വീണ്ടും ചിക്കനൊന്ന് കുക്ക് ചെയ്തെടുക്കും. ഓക്കെ, അതിനകത്തെല്ലാം കൂടെ മസാലകളൊക്കെ ഇട്ട് വീണ്ടും നമ്മൾ ചിക്കനൊന്ന് കുക്ക് ചെയ്തുകൊണ്ട് ഇത് 10 മിനിറ്റ്സ് മതി. നമുക്കിനിപ്പോൾ ഓഫ് ചെയ്യാം. അടിച്ച് വെച്ചേക്കാം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തു. ഓക്കെ, അത് കഴിയുമ്പം നമുക്ക് ബാക്കിയുള്ള പൊടികളില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടിയും ടർമറിക് പൗഡറോട് ഇട്ട് കൊടുക്കും. അത് ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് ഇതിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒത്തിരി അങ്ങ് ഡ്രൈ ആണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികൾ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതില്ലേ വേവിച്ച് വെച്ച ചിക്കൻ പയ്യെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ടൊക്കെ വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
ഞാൻ അപ്പോൾ ആദ്യം ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഗ്രേവി ഒഴിച്ചിട്ടില്ല കേട്ടോ, ചിക്കൻ മാത്രമായിട്ട് ഞാൻ തൊട്ട് എടുത്തിട്ടേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ആ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അത് കഴിയുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കാം. ഓക്കെ, ഹൈ വെച്ചിട്ട് ഇതില്ലേ ഗ്രേവി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം ഗ്രേവിനകത്ത് ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഒരു 5 to 8 minutes ഇതിനകത്ത് ഇരുന്നൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്ത് വരട്ടെ. ഓക്കെ, ഈ ചിക്കനും ഇത് മസാലകളൊക്കെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇപ്പം നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ചെയ്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് 5 to 8 minutes ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇതൊരു 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്താലോ എന്ന് വിചാരിക്കും. ഓക്കെ, നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തപ്പോഴേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ഈ മസാല ഒന്നിട്ട് ഉപ്പിട്ടിട്ടപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 3 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കൂടെ അവിടെ നിന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് വരട്ടെ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ട് അരക്കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ യൂസ് ചെയ്യേണ്ട കേട്ടോ, തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്ക് കൊണ്ടുവച്ചിട്ട് ഒന്ന് 3 മിനിറ്റ് കൂടെ ഒന്ന് തേങ്ങാപ്പാലും ചിക്കനും മസാലയും കൂടെ എല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരട്ടെ. ഓക്കെ, 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് കൂടെ ഞാൻ തേങ്ങാപ്പാലോട് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തപ്പോൾ റെഡിയായി. അപ്പോൾ ഇതിന് കടുക് വറുത്ത് വെച്ചു. അപ്പോൾ ഇനി ഞാൻ കോക്കനട്ട് സ്ലൈസുള്ള ആ സീസണിങ് ചെയ്ത് മിക്സ് കൂടെ ഇട്ട് വരുമ്പോൾ അടിപൊളി ചിക്കൻ കറിയാണ്. ഓക്കെ, ഓഫ് ചെയ്ത് നമുക്ക് അടിപൊളി കോക്കനട്ട് മിൽക്കിൽ കൂടെ ചേർത്ത് ചിക്കൻ കറി അല്ലേ. കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കിയതല്ല, കോക്കനട്ട് മിൽക്ക് കൂടെ ചേർത്തത്, തേങ്ങാപ്പാൽ ചേർത്ത് ചിക്കൻ കറി ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒരു റെസിപ്പിയുണ്ട്, കോക്കനട്ട് മിൽക്കിൽ തന്നെ ഈ ചിക്കൻ വേവിച്ചെടുത്ത, അത് വേറെ റെസിപ്പിയാണ്. പിന്നെ ഞാനിടാം. ഇതിപ്പം നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കോക്കനട്ട് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് അങ്ങനെ. ഓക്കെ, ചിക്കൻ കറിയും കോക്കനട്ട് മിൽക്കും അല്ലേ, ആ ഒരു റെസിപ്പി ആയത്. ഓക്കെ, ഇപ്പോൾ അടിപൊളിയായിട്ടാണ്. ഇപ്പോൾ ഞാൻ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോവാം. ഇതിപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റി വെച്ചേക്കാം. നല്ല അടിപൊളിയായിട്ടാണ്. ഞാൻ പാലോടെ ചേർത്തുണ്ടാക്കിയ ചിക്കൻ കറി. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് റൈസും ഇതൊരു ചപ്പാത്തി, എന്താ പറഞ്ഞത്, പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി കേട്ടോ ഇത്. ഒത്തിരി തേങ്ങാപ്പാലും ഇല്ല, പക്ഷേ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇതിനകത്ത് വരും. വെളുത്ത കറി പോലെയല്ല, ഇത് റെഡ് കളറിൽ തന്നെ ഇരിക്കണം, പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്, അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് വരും. അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി കറി കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. പാലപ്പത്തിൻ്റെ കൂടോ അല്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ റൈസ് പുളിശ്ശേരിയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ലതാണ്, അല്ലെങ്കിൽ എന്താ പറയുക ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ചിക്കൻ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുക. ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി. ഓക്കെ, പിന്നെ വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.